നമസ്കാരം. പ്രധാന വാർത്തകൾ. നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷ അംഗങ്ങൾ. പ്രവാസി ക്ഷേമത്തിന് മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ ഒന്നും ചെയ്തിട്ടില്ല. മന്ത്രി MP രാജേഷ്. പകരം വീട്ടാനുള്ളതാണ് രോഹിത്തിന്റെ ആ കണ്ണീർ വീണ്ടും വൈറൽ. വാർത്തകൾ വിശദമായി. നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷ അംഗങ്ങൾ. ഇരുസഭകളിലും പ്രതിപക്ഷ MPമാർ നോട്ടീസ് നൽകി. രാജ്യത്തെ പ്രതിപക്ഷ യുവാക്കൾക്കൊപ്പമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി വിഷയം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതേസമയം അടിയന്തര പ്രമേയം അനുവദിക്കാനാവില്ലെന്ന് സ്പീക്കർ സഭയിൽ പറഞ്ഞു. പ്രവാസി ക്ഷേമത്തിന് മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. ഇന്ത്യയിൽ കേരളം മാത്രമാണ് പ്രവാസികൾക്ക് വലിയ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇനി കായിക വാർത്ത. T20 ലോകകപ്പിലെ സെമിയിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയപ്പോൾ 2022 ലോകകപ്പ് സെമിയിലെ പരാജയത്തിന് കണക്ക് തീർത്ത് എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത്. കരഞ്ഞുകൊണ്ടാണ് അന്ന് ഇന്ത്യൻ താരങ്ങൾ സ്റ്റേഡിയം വിട്ടത്. ആ കണ്ണീരിന്റെ നനവ് ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വിജയത്തെ ഈ കണ്ണീരിലേക്കാണ് പലരും ചേർത്ത് വെക്കുന്നത്. ഇപ്പോഴിതാ 2022 ലോകകപ്പ് സെമിക്കൊടുവിൽ ഡഗ് ഔട്ടിലിരുന്ന് കരയുന്ന രോഹിത് ശർമ്മയുടെ ആ പഴയ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും തരംഗമാവുകയാണ്. കനത്ത തോൽവിയുടെ ആഘാതം രോഹിത്തിനെ തളർത്തുകയും തുടർന്ന് ഇന്ത്യൻ ഡഗ് ഔട്ടിലിരുന്ന് കയ്യിൽ മുഖമമർത്തി ക്യാപ്റ്റൻ കരയുകയുമായിരുന്നു. ഏതാണ്ട് 40 സെക്കൻഡ് രോഹിത് അങ്ങനെയിരുന്നു കരഞ്ഞിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.